ഒരു HR പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിലൊക്കെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ എക്സിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് റെസിഗ്നേഷൻ ആയിക്കോട്ടെ, ടെർമിനേഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഈ സമയത്തെ ഒരു ലീഗൽ ആസ്പെക്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരാൾ പെട്ടെന്ന് ഒരു സസ്പെൻഡ് ആയി, നമ്മൾ എങ്ങനെ അതിന്റെ ആക്ഷൻ എടുക്കണം, ഒരു എക്സ്പീരിയൻസ് ലെറ്റർ കൊടുക്കുന്ന സമയത്ത്, അതുപോലെ റിലീവിംഗ് ലെറ്റർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മളെ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ആ ഏരിയയാണ്. ഒരു എംപ്ലോയിയുടെ എക്സിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ടുകൾ എന്തൊക്കെയുള്ള ആണ് എന്നുള്ളതാണ്. ഒരു എംപ്ലോയി നമ്മളൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആ എംപ്ലോയി പുറത്തേക്ക് പോവാം. ആദ്യത്തേത് സൂപ്പർ ആനുവേഷൻ. അപ്പൊ പലരുടെയും ഒരു ചിന്ത ഈ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നതും റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒന്നാണെന്നുള്ള. അതായത് ഒരു തൊഴിലാളിയെ യാതൊരു വിധത്തിലുള്ള കണ്ടീഷനും പറയാതെ അയാൾ തെറ്റ് ചെയ്തെന്നോ അയാളുടെ പെർഫോമൻസ് മോശമാണെന്നോ എന്നൊന്നും ആരോപിക്കാതെ അയാളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ തൊഴിലാളിയെയും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? Either party can terminate this contract by giving 1 month's notice or 1 month salary in lieu of notice. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കണ്ടീഷൻ മാത്രം ഇൻവോക്ക് ചെയ്തുകൊണ്ട് അയാളെ പറഞ്ഞു. പക്ഷേ ഈ കോൺട്രാക്റ്റിലാണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിലും പ്രൊബേഷനിലാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒരു വ്യവസ്ഥ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വിതൗട്ട് അസൈനിങ് എനി റീസൺ. അപ്പൊ ആ ക്ലോസ് മാത്രം നിങ്ങൾ ഇത് ചെയ്യുക. അതാണ് ഡിസ്ചാർജ് സിംപ്ലിസിറ്റർ. അപ്പോൾ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്, ട്രെയിനിങ്, പ്രൊബേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസ്ചാർജ് സിംപ്ലിസിറ്റർ നമുക്ക് ചെയ്യാം. പക്ഷേ കൺഫേംഡ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെയുള്ള ക്ലോസ് ഒക്കെ കാണും. Either party can terminate this contract by giving 2 months notice or 2 months pay in lieu of notice എന്നൊക്കെ കാണും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് തരത്തിലുള്ള തൊഴിലാളിയെ പിരിച്ചുവിടുന്ന സമയത്ത് അയാൾ വർക്ക് ചെയ്ത ദിവസത്തിലുള്ള ശമ്പളം കൊടുക്കണം. ഒരു തൊഴിലാളി അയാൾ റിസൈൻ ചെയ്തു പോവുകയോ നമ്മൾ അയാളെ പറഞ്ഞു വിടുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 2 ദിവസത്തിനകം അയാൾ ജോലി ചെയ്ത അത്രയും ശമ്പളം കൊടുക്കണം എന്ന് ഏത് ആക്ടിലാണ് പറയുന്നത്, എവിടെയാണ് പറയുന്നത്? ഈ ആക്ട് 24,000 രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കേ ബാധിക്കും. പക്ഷേ ഈ ഷോപ്പിൽ ഇങ്ങനെ ചെയ്യണോ? ഷോപ്പിൽ ഈ ലീവ് എൻകാഷ്മെന്റിന്റെ വ്യവസ്ഥകൾ എന്താണ്? നമ്മുടെ ഒരു തൊഴിലാളി അയാള് റിസൈൻ ചെയ്യുന്നു, അക്കൗണ്ടൊക്കെ സെറ്റിൽ ചെയ്യുന്നു. നമ്മൾ ആ സമയത്ത് അയാളുടെ ബോണസ് സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ 5 വർഷം ഇല്ലാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഒരു തൊഴിലാളി പിരിഞ്ഞു പോകുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അയാൾ 1-ാം തീയതി വന്നു, റെസിഗ്നേഷൻ ഇട്ടു, ആൾ പോകുന്നു. നോട്ടീസും ഇല്ല, നോട്ടീസ് പേ ഇല്ല. അപ്പൊ നമ്മുടെ പേയ്മെന്റ് ഡേറ്റ് 5-ാം തീയതിയാണ്. അപ്പൊ ഈ 5-ാം തീയതിയുള്ള പേയ്മെന്റ് ഡേറ്റ് വന്നപ്പോൾ നമുക്ക് ഈ പൈസ പിടിച്ചു വെക്കാൻ പറ്റുമോ? പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. Great Leap, encouraging employment values.